ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ്. ബുക്ക് നമ്പർ 3 പേജ് നമ്പർ 79 അനോവനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ടി ടെസ്റ്റ് ചെയ്തപ്പോൾ 2 ഗ്രൂപ്പ് വെച്ച് ചെയ്താൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2-ൽ കൂടുതലുണ്ടെങ്കിൽ ടി ടെസ്റ്റ് ഓരോ പ്രാവശ്യം 2 വീതം ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടി ടെസ്റ്റ് ചെയ്യാൻ സൗകര്യം ഉണ്ടാകത്തില്ല 2-ൽ 3 ഉണ്ടെങ്കിൽ. 2-ൽ കൂടുതലുണ്ടെങ്കിൽ അതിനാണ് അനോവ ചെയ്യുന്നത്. മോർ ദാൻ 2 ഗ്രൂപ്പ്സ് അനോവ ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് മീൻസ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ പാരാമെട്രിക് ആണെന്നും പറഞ്ഞു. അനോവയുടെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ബേസിക്കലി ഫോർ എക്സാമ്പിൾ 3 ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, വാല്യൂസ് സ്കോർസ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കണം. അത്രേ അനോവയ്ക്കുള്ളൂ. കോളം ആൻഡ് റോയുടെ കാര്യം നോക്കുവാണെങ്കിൽ അനോവയിൽ ഇത്രേ ചെയ്യാനുള്ളൂ. എത്ര ഗ്രൂപ്പ് തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കണം. സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിൻ്റെയും സിഗ്മ കണ്ടുപിടിക്കണം. സിഗ്മ x1 കണ്ടുപിടിക്കണം, സിഗ്മ x1 സ്ക്വയർ കണ്ടുപിടിക്കണം, സിഗ്മ x2, സിഗ്മ x2 സ്ക്വയർ, സിഗ്മ x3, സിഗ്മ x3 സ്ക്വയർ. ഇനി അനോവ ചെയ്യാൻ വേണ്ടി ഒരു 7 to 8 സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത് കറക്ഷൻ ടേം അഥവാ സി എക്സ് കണ്ടുപിടിക്കാനാണ്. അതിനൊരു ഇക്വേഷനുണ്ട്. സി എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ ക്യാപിറ്റൽ എക്സ് ആണ് വന്നിരിക്കുന്നത്, ക്യാപിറ്റൽ ആണ്. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് എല്ലാത്തിൻ്റെയും സ്ക്വയർ ഡിവൈഡ് ബൈ എൻ പ്ലസ് എൻ പ്ലസ് എൻ. അപ്പോൾ ഇതിനെ പിന്നെ എഴുതുവാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു കേസിൽ ഇവിടെ 3 x1 x2 x3 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സിഗ്മ x1 പ്ലസ് സിഗ്മ x2 പ്ലസ് സിഗ്മ x3 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. ഈ ഫസ്റ്റ് വാല്യൂസ് അനോവയിലെ സ്റ്റെപ്പിൽ ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് വാല്യൂ എടുക്കുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സെക്കൻഡ് വാല്യൂ എടുക്കും, തേർഡ് സ്റ്റെപ്പിൽ ഫസ്റ്റ് വാല്യൂ എടുക്കും. ഓക്കെ, സൈഡ് ബൈ സൈഡ് ഒരു എക്സാമ്പിൾ നോക്കാം. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ആർട്സ് കൊമേഴ്സിലെ സയൻസിൻ്റെയൊക്കെ സ്കോഴ്സാണ് വട്ടേവർ. സോ സം എടുക്കും നമ്മൾ. സിഗ്മ x1 എടുത്തു, സിഗ്മ x1 സ്ക്വയർ, സിഗ്മ x2 എടുത്തു, സിഗ്മ x2 സ്ക്വയർ, സിഗ്മ x3 എടുത്തു, x3 സ്ക്വയർ. കറക്ഷൻ ഫാക്ടർ സിഗ്മ x സ്ക്വയർ, അതായത് 62 പ്ലസ് 60 പ്ലസ് 61 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ എത്രയായിട്ട് 5 പ്ലസ് 5 പ്ലസ് 5. അങ്ങനെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് തൗസൻഡ്സിലാണ് ഇരിക്കുന്നത്. കറക്ഷൻ ടേം കിട്ടിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് 2 ആണ്. SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ ടോട്ടൽ. അതിനൊരു ഇക്വേഷനുണ്ട്. SST ഈക്വൽസ് സിഗ്മ എക്സിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ മൈനസ് സി എക്സ്. അപ്പോൾ ഇതെന്തുമായിരിക്കും? x1 സ്ക്വയർ പ്ലസ് സിഗ്മ x2 സ്ക്വയർ പ്ലസ് സിഗ്മ x3 സ്ക്വയർ മൈനസ് സി എക്സ്. സി എക്സ് കറക്ഷൻ ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ. അപ്പം ഇവിടെ SST ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സി എക്സ്, സിഗ്മ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. xi വരെ പോവാം, ഈ ഒരു കേസിൽ x3 വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സംഭവത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ എടുത്തു, മൈനസ് സി എക്സ് ചെയ്തു. അതിനൊരു വാല്യൂ കിട്ടി, കൊച്ചായി. സ്റ്റെപ്പ് 3 സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ്സ് ആണ് SSA. ഇക്വേഷൻ SSA ഈക്വൽസ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ n, ക്യാപിറ്റൽ എക്സ്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിഗ്മ മൈനസ് സി എക്സ്. ഇവിടെ നോക്കുമ്പോൾ SSTയിൽ എപ്പോഴും മൈനസ് സി എക്സ് വരും. ആദ്യം സ്ക്വയേഴ്സിൻ്റെ മൈനസ്, പിന്നെ ഇത് എക്സ് ആണ്, എക്സിൻ്റെ മൈനസ്. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. സിഗ്മ x1 സ്ക്വയർ ഡിവൈഡ് ബൈ n പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡ് ബൈ n2, ഇത് മൈനസ് സി എക്സ്. മനസ്സിലായോ?
x1 അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ ആദ്യത്തെ വാല്യൂസ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഡിവൈഡ് ബൈ n ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ x1/n എന്താ, ഇതാദ്യം എല്ലാം കൂടെ ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്തു ഡിവൈഡ് ബൈ എല്ലാം n1 + n2 + n3. തേർഡിൽ വരുമ്പോഴത്തേക്കും തനിയായിട്ട് ഡിവൈഡ് ചെയ്ത് -cx. എക്സാമ്പിൾ ഇവിടെ 62, അതായത് ഈ ഫസ്റ്റ് വാല്യൂസാണ്. 62ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5, 62ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5, 60യുടെ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ആൻഡ് 61ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5 അങ്ങനെല്ലാം ആഡ് ചെയ്തു. എന്നിട്ട് മൈനസ് ആ കറക്ഷൻ ടേം, നമുക്കൊരു വാല്യൂ കിട്ടി. ഇത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ SSW ആണ് കണ്ടുപിടിക്കുന്നത്. സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ദ ഗ്രൂപ്പ്. ആക്ച്വലി ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി SSW എന്ന് പറയുന്നത് SST - SSA ആണ്. അതായത് ടോട്ടൽ SST = ആക്ച്വലി SSA + SSW. ടോട്ടൽ എന്ന് പറയുന്ന ഇത് രണ്ടിൻ്റെയും സമ്മാണ്. അതുകൊണ്ട് SSW ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. SST നമ്മൾ കണ്ടുപിടിച്ചു, SSC കണ്ടുപിടിച്ചു. അത് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് SSW. ഇനി അടുത്ത സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5. അടുത്ത് നമ്മൾ മീനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പാണ് SSA. മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ്. എൻ്റെ ഇക്വേഷൻ MSSA = SSA ഡിവൈഡ് ബൈ K - 1. SSA നമുക്ക് ഓൾറെഡി അറിയാം. K എന്ന് പറയുന്നത് എത്ര ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തതിൽ 3 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ 3 - 1 എന്ന് പറയുമ്പോൾ 2 എന്ന് വരുന്നു. ഓക്കെ, K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. MSSA ഉണ്ടല്ലോ, ഈ എക്സാമ്പിളിൽ MSSA = SSA നമുക്ക് കിട്ടി ഡിവൈഡ് ബൈ K - 1. അപ്പോൾ 3 - 1 = 2. MSSA കിട്ടി. അടുത്ത സ്റ്റെപ്പ് 6 MSSW, മീൻ ഓഫ് സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ഗ്രൂപ്പ്. MSSW എന്ന് പറയുന്നത് SSW ഇത് നമ്മൾ മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ എമംഗ് ഗ്രൂപ്പിൽ K - 1 പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ ചെയ്യുന്നത് n - K ആണ്. n - K എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്ര ടോട്ടലാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വലി SSW ഡിവൈഡ് ബൈ n1 + n2 + n3 - K. മനസ്സിലായില്ലേ? എത്ര ടോട്ടൽ എത്രയുണ്ട്. അപ്പോൾ 5 + 5 + 5 നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിൾ മൈനസ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. അങ്ങനെയാണ് നമ്മൾ MSSW കണ്ടുപിടിക്കുന്നത്. സോ ഈ എക്സാമ്പിളിൽ MSSW = SSW ഡിവൈഡ് ബൈ n - K. SSW നേരത്തെ കണ്ടുപിടിച്ചു. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയുണ്ട് -K. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് 7 F റേഷ്യോ കണ്ടുപിടിക്കണം. F റേഷ്യോ എന്ന് പറഞ്ഞാൽ MSSA ഡിവൈഡ് ബൈ MSSW. ഇത്രയും കിട്ടി. സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത് നമ്മൾ അനോവയുടെ സമ്മറി എഴുതണം. ബുക്ക് 3 പേജ് 85 നോക്കുവാണെങ്കിൽ സമ്മറി ഓഫ് അനോവ ഉണ്ട്. ഇതിൽ നമ്മൾ DF അനോവയുടെ DF പറഞ്ഞപ്പോൾ പറഞ്ഞ 2 എണ്ണം ഉണ്ട്. എമംഗ് ഗ്രൂപ്പിൽ K - 1 വിത്തിൻ ഗ്രൂപ്പിൽ n - K. K - 1 and n - K. നമ്മൾ ആക്ച്വലി ഇവിടെ ഡിവൈഡ് ചെയ്യാൻ എടുത്തപ്പോഴത്തെയാണ് മീൻ ഓഫ് സം K - 1 n - K എമംഗ് ഗ്രൂപ്പ് ആൻഡ് വിത്തിൻ ഗ്രൂപ്പ്. ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്നത്. ഇപ്പോൾ കോളം വരയ്ക്കുന്ന സമ്മറിയിൽ സോഴ്സ് ഓഫ് വേരിയൻ എമംഗ് ഗ്രൂപ്പ് വിത്തിൻ ഗ്രൂപ്പ് എന്നാണ്. എമംഗ് ഗ്രൂപ്പിൽ ആദ്യം DF കണ്ടുപിടിക്കണം, തനിയെ ടോട്ടൽ എഴുതണം. SS എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് എഴുതണം. SSW SSA SSW അതിൻ്റെ MSS അതേമാതിരി. F റേഷ്യോ എത്രയാണ് കിട്ടിയേക്കുന്നത്. നമ്മളിപ്പോൾ F റേഷ്യോ ലാസ്റ്റിൽ ചെയ്തു. F റേഷ്യോ ചെയ്തിട്ട് F റേഷ്യോ ഇത് ഡിവൈഡ് ചെയ്തില്ലേ, F റേഷ്യോ ഇത്ര എഴുതണം. ഇങ്ങനെയാണ് സമ്മറി എഴുതുന്നത്. സമ്മറി എഴുതി കഴിഞ്ഞിട്ട് സിഗ്നിഫിക്കൻസ് എഴുതണം. നല്ല ഹൈപ്പോത്തസിസ് റിജക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് പറയുന്നത്. ക്വിക്ക് റീക്യാപ്പ്. അനോവ വരുവാണെങ്കിൽ എന്തൊക്കെ വാല്യൂ തരുന്നുണ്ടോ
അതിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കണം, എല്ലാത്തിൻ്റെയും സം ചെയ്യണം. സം കിട്ടണം സിഗ്മ x1 സിഗ്മ x1 സ്ക്വയർ, സിഗ്മ x2 സിഗ്മ x2 സ്ക്വയർ, സിഗ്മ x3 സിഗ്മ x3 സ്ക്വയർ. 8 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് കറക്ഷൻ ടേം കണ്ടുപിടിക്കും. സി എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് അനോവ ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആണ്. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കും, പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് x1 സിഗ്മ x1 ഇതെല്ലാം ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ആൻഡ് n1 പ്ലസ് n2 പ്ലസ് n3. കറക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് SST സം ഓഫ് സ്ക്വയർസ് ഓഫ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. സിഗ്മ എക്സ് സ്ക്വയർ, ഈ എക്സ് സ്ക്വയറിൻ്റെ കാര്യമാണ് പറയുന്നത്, മൈനസ് കറക്ഷൻ ഫാക്ടർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സിഗ്മ x1 സ്ക്വയർ പ്ലസ് സിഗ്മ x2 സ്ക്വയർ പ്ലസ് സിഗ്മ x3 സ്ക്വയർ മൈനസ് കറക്ഷൻ ഫാക്ടർ നേരത്തെ കിട്ടിയത്. സ്റ്റെപ്പ് 3 SSA കണ്ടുപിടിക്കുന്നു. സിഗ്മ എക്സ്, പിന്നെ തിരിച്ച് ഫസ്റ്റ് വാല്യൂ ആണ്, അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ഓരോന്നിൻ്റെ ആയിട്ട് എൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സം ആണ് ചെയ്യുന്നത്. സിഗ്മ ഓഫ് ദാറ്റ് മൈനസ് സി എക്സ്. എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ സിഗ്മ x1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ബൈ n2 പ്ലസ് സിഗ്മ x3 സ്ക്വയർ ബൈ n3 മൈനസ് സി എക്സ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ടോട്ടലുണ്ട്, എമംഗ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് 4 അപ്പോൾ അതുകൊണ്ട് വിത്തിനാണ് കണ്ടുപിടിക്കുന്നത്. വിത്തിനിൽ പറഞ്ഞ മാതിരി ടോട്ടലിൽ നിന്ന് എമംഗ് മാറ്റുമ്പോൾ വിത്തിൻ കിട്ടി. വിത്തിൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മീനിൻ്റെ കാര്യം ഓർക്കണം. MSSA ആദ്യം മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. എമംഗ് ആണെങ്കിൽ K-1 MSSW കണ്ടുപിടിക്കുകയാണ്. വിത്തിൻ ഗ്രൂപ്പിൻ്റെ മീന് സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ഗ്രൂപ്പ്, മീൻ ഓഫ് സം ഓഫ് സ്ക്വയർ. ഇവിടെ n-k. ഇതിൽ k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സും n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് n. ഇത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 7 എഫ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. എഫ് റേഷ്യോ എന്ന് പറയുന്നത് ഈ MSA ഡിവൈഡ് ബൈ MSSW. ഇത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 8 സമ്മറിയിൽ DF, SS, MSS, F റേഷ്യോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈപ്പോത്തസിസ്, കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലാണോ കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ നോക്കാം, therefore the obtained our calculated value is low, so null hypothesis is accepted എന്ന് പറയുന്നത്. This is in page number 85 of book 3. Okay, thanks.